ചാനൽ. നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി, ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തി തരുവാൻ ഇന്ന് എനിക്കൊരു ഉപ്പയോ ഉമ്മയോ ഇല്ല. ഞാൻ എത്തീമാണ്. എന്റെ സങ്കടങ്ങൾ പങ്കുവെക്കുവാൻ, എന്റെ സന്തോഷങ്ങൾ പങ്കുവെക്കുവാൻ എനിക്ക് നല്ലൊരു കൂട്ടു വേണം, അല്ലെങ്കിൽ നല്ലൊരു ജീവിത പങ്കാളിയെ വേണം. എന്നെ സഹായിക്കാൻ ആരുമില്ല. ഒറ്റപ്പെടലിന്റെ വേദന എന്തെന്ന് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് എല്ലാ പ്രതീക്ഷയോടുകൂടി ഞാൻ തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തി തരാൻ പറ്റുമോ? തന്റെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നും ഒരു യത്തീം സഹോദരിയാണ്. പുനർവിവാഹമാണ്, കുട്ടികൾ ഇല്ല. ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോ? ലെറ്റ്സ് ഗോ. ഹലോ, അസ്സലാമു അലൈക്കും. ഇതാരാ സംസാരിക്കുന്നേ? നിങ്ങൾ നേരത്തെ തന്നെ വിളിച്ചിരുന്നില്ലേ ചാനൽ? ഇവിടെ നിന്നാ വിളിക്കുന്നേ? ഞാനിതാ ഇവിടെ പാലക്കാട് ജില്ല ഒറ്റപ്പാലം എന്ന് പറയും. എനിക്ക് പിന്നെ എന്താ, ഞാന് സെക്കൻഡ് മാരേജ് ആണേ. ഓക്കെ. കുട്ടികളുണ്ടോ? ഇല്ലില്ല, കുട്ടികളില്ല. അത് വിവാഹം അധികകാലൊന്നും ഉണ്ടായിട്ടില്ല, 2 മാസത്തോളം ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ. നിങ്ങളുടെ വയസ്സ്? വയസ്സ് 50. വിദ്യാഭ്യാസ യോഗ്യത? 8. നിങ്ങളുടെ ആദ്യ വിവാഹം ഏർപ്പെടുത്താനുള്ള കാരണം എന്തായിരുന്നു? കാരണം ആള് അങ്ങനെ പോയതാണ്, ഉപേക്ഷിച്ച് പോയതാണ്. അയാൾക്ക് ഭാര്യ മക്കളൊക്കെ ആദ്യത്തിലുണ്ടായിരുന്നു. അത് നിങ്ങൾ അറിയില്ലായിരുന്നു? ഇല്ല. ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? എത്ര പ്രായം വരെ പോകാം? ഏതൊക്കെ ജില്ലകളിൽ ആലോചനയാണ് നോക്കുന്നത്? അത് പറഞ്ഞോളൂ. പ്രായം എന്ന് പറഞ്ഞാലൊരു 50 മുതൽ 55 വയസ്സ് വരെ നോക്കാം. ജില്ല എന്താ കൂടുതലുമായിട്ട് പാലക്കാട് ജില്ലയിൽ നിന്നാണെങ്കിൽ ഏറ്റവും നല്ലത്. ഓക്കെ. വിദ്യാഭ്യാസ യോഗ്യത? വിദ്യാഭ്യാസ യോഗ്യത നമ്മളെ യോഗ്യതക്ക് അനുസരിച്ച് അത്യാവശ്യമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി തൊഴിലൊക്കെ ഉള്ള ആളായിരിക്കണം. ജീവിത പങ്കാളിയെ കുറിച്ച് മെയിൻ കാര്യം എന്ന് പറഞ്ഞാല് നമ്മളെ ജീവിതകാലം മുഴുവൻ മരണം വരെ നമ്മളെ നോക്കുക. പിന്നെ നമ്മളെ എനിക്ക് ആരും ഇല്ലാത്തതാണ്, ഉമ്മല്ല വാപ്പല്ല ഒന്നുമില്ല. പിന്നെ താമസിക്കുന്നത് ഇപ്പൊ എന്താ, എന്റെ ഒരു അനിയത്തിരി എടുത്തിണ്ട്, ഒരു ആങ്ങളുണ്ട്, അവരൊക്കെ വേറെയാണ് താമസം. പിന്നെ ഉമ്മ മരിച്ചിട്ട് ഇപ്പൊ 1 വർഷമായിട്ടുള്ള ഉമ്മയായിരുന്നു കൂടെ. അപ്പൊ ഉമ്മ ഇരിക്കണ വീട്ടിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. സ്വന്തം എന്ന് പറയാൻ പറ്റില്ല, അത് എല്ലാവർക്കും അവകാശപ്പെട്ട വീടാണ്. നമ്മളെ മനസ്സിലാക്കി ജീവിക്കാൻ കൊണ്ടുപോകണവരാണെങ്കിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ അങ്ങനെ എങ്ങനെയാലും കുഴപ്പമില്ല. അത് ശരി. അതായത് കല്യാണം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാനും സമ്മതമാണ്, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ ഭർത്താവ് നിൽക്കുന്നതാണെങ്കിലും ഓക്കെയാണ്. അത് ബാധ്യതകളില്ലാത്തവരായിരിക്കണം. ബാധ്യതകൾ എന്ന് ഉദ്ദേശിച്ചത് ആൾക്ക് ഭാര്യ ഉണ്ടാകാൻ പാടില്ല, അങ്ങനെയുള്ള നമുക്ക് ഭാര്യ ഉപേക്ഷിച്ചതായിരിക്കണം, അല്ലെങ്കിൽ ഭാര്യ മരണപ്പെട്ടതായിരിക്കണം. നിങ്ങൾ എല്ലാ രീതിയിലും വിവാഹബന്ധം വേർപെടുത്തിയതാണോ? നിയമപരമായിട്ട് എല്ലാ രീതിയിലും വിവാഹബന്ധം വേർപെടുത്തിയ ആളാണോ? അങ്ങനെ ഞങ്ങൾ പള്ളിക്കലത്തെ നിയമപ്രകാരമാണ് ഒഴിവാക്കിയിരുന്നത്. എനിക്കാണെങ്കിൽ സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. നമ്മളെല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ നമ്മളെല്ലാതും കൂടി അറിഞ്ഞ് കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കണം. തീർച്ചയായും. നിങ്ങൾ ചാനൽ കണ്ട് വിളിക്കുന്നതാണല്ലേ? ചാനൽ കണ്ടപ്പോ നോക്കാന്ന് വിചാരിച്ചു. ഇൻഷാ അല്ലാഹ്, തീർച്ചയായും. നമ്മൾക്ക് അറിയില്ലല്ലോ നമുക്ക് ഏതൊക്കെ വഴിയിലാണ് നമുക്കൊരു ജീവിതം അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പഠിച്ച് നമുക്ക് തരാന്ന് പറഞ്ഞുകൂടെ. നമ്മൾ പരിശ്രമിച്ചേ കൊണ്ടേയിരിക്കുക അല്ലെ? ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു, നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സാമ്പത്തികയില് നിങ്ങൾ എല്ലാ വിഷമങ്ങളും പറഞ്ഞു. അയാളി തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പഠിച്ചതിന് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. എന്നാ ശരി തത്ത. അപ്പൊ ഞാൻ പരസ്യം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് അയച്ചു തരാം കേട്ടോ. ഓക്കെ, ശരി തത്ത. അസ്സലാമു അലൈക്കും. അതായത് നിങ്ങളുടെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് 50 വയസ്സെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോ തമാശക്കാണോ ഈ ഒരു ഫോൺ കോൾ? ശബ്ദം അങ്ങനെ തന്നെയാണ്. പിന്നെ കണ്ടാലും അങ്ങനെ പെട്ടെന്ന് 50 വയസ്സൊന്നും തോന്നിക്കൂല്ല, ഹൈറ്റ് കുറവാണ്. അത് ശരി. ഓക്കെ. മകളാണോ അങ്ങനെയൊക്കെ തോന്നിപ്പോയി, അതാ ഞാൻ ഒന്നും കൂടി ക്ലിയർ ചെയ്തത്. അല്ലല്ല, ഞാൻ തന്നെയാണ്. ഞാൻ തന്നെ പറയാനുള്ളു എല്ലാത്തിനും. പിന്നെ ബാക്കി ശരിയായി വരികയാണെങ്കിൽ ബാക്കിയുള്ളവരോടൊക്കെ നമുക്ക് അന്വേഷിക്കാനോ. ഒറ്റപ്പെട്ട ജീവിതമല്ലേ, അപ്പൊ ഇതിനൊരു കൂട്ടായിട്ട് ഒരാള് വേണമെന്നുണ്ട്. പക്ഷെ ഇത്താത്തനെ സഹായിക്കാൻ വേറെ ആരും ഇല്ല. അതുകൊണ്ട് ഇത്താത്ത ഇതുപോലെ ചാനൽ കണ്ടപ്പോ ഒന്ന് വിളിച്ചു പ്രതീക്ഷയോടെ, അല്ലേ?
അതെ അതെ. അപ്പൊ ഇത്താത്ത മറ്റുള്ളവർക്ക് എന്താണ് ഒരു മാതൃകയാണ്. അതായത് നമ്മുടെ ആദ്യത്തെ ജീവിതം, നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിക്കാം അല്ലെ. അപ്പൊ ആദ്യത്തെ ജീവിതം അങ്ങനെ ആയെന്ന് വെച്ച് നമ്മുടെ രണ്ടാമത്തെ ജീവിതം അങ്ങനെ ആകുമെന്ന് ഒരിക്കലും ചിന്തിച്ചിരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പാർട്ട്ണർ വേണം. അത് വേണം. ആ അല്ലെ. അപ്പൊ നമുക്ക് സഹായിക്കാൻ ആരില്ല. പറഞ്ഞു. ഓരോ വയസ്സ് കൂടുന്തോറും നമുക്ക് ആരും രണ്ടാകുമ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ച് ചിന്തകൾ വരിക. അതായത് പ്രായമാവും തോറും ആണ് നമുക്ക് അതിന്റെ വേദന എന്താണെന്ന് മനസ്സിലാവുന്നതാണോ ഇത്താത്ത പറഞ്ഞത്? അതെ അതെ അതെ. ഓക്കെ. അതായത് ഒറ്റപ്പെടലിൽ നിന്നാണ് ഇത്താത്ത ഒരു പുതിയ ഇനിയൊരു ജീവിതത്തിലേക്ക് കടക്കണം എന്ന് ആഗ്രഹിച്ചത്.